സോ ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡെയിലി വ്ളോഗ് ഇടുമെന്ന്. ലൈക്ക് എന്നത്തെയും പോലെയല്ല, ഞാനിപ്പം കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ പോവുകയാണ്. സോ ഇന്ന് ഞാൻ പാർട്ട് ടൈം ജോബിന് പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവേ എനിക്കിങ്ങനെ വീഡിയോസും വ്ളോഗൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗ് ചെയ്യാൻ മാക്സിമം ഇനി ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ പോകുമ്പോൾ ടിഫിൻ കൊണ്ട് പോകാറുണ്ട്. ആൻഡ് ഈ വ്യൂ നിങ്ങൾ കുറേ ആയിട്ടുണ്ടാവും അല്ലേ കണ്ടിട്ട്. ഹായ്, ഞാനപ്പം കുളിച്ച് വന്നിരിക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പാർട്ട് ടൈം വർക്കിന് പോകണം. ആൻഡ് എൻ്റെ ക്ലാസ്സസ് ഇതുവരെയും സ്റ്റാർട്ടായിട്ടില്ല. സോ മാക്സിമം ഈ മന്ത് പറ്റാവുന്ന രീതിക്ക് ഞാൻ പാർട്ട് ടൈമിന് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് വലിയ വ്ളോഗൊന്നും അല്ല ഇത്, പക്ഷേ എൻ്റെ ഡേ ടു ഡേ ലൈഫ് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓ ഹായ്, അപ്പോൾ എന്താ അല്ലേ, ഞാനിപ്പം വർക്കിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു വെയർ ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ചും വലിയ കൈൻഡ് ഓഫ് ജോലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് വർക്ക്സും പിന്നെ ടീച്ചിങ് ഫീൽഡിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു നേറ്റീവ് സ്പീക്കേഴ്സിനാണ് ടീച്ചിങ് ഫീൽഡിൽ നമുക്ക് കുറേ കൂടി ജോബ്സ് കിട്ടുന്നത്. പിന്നെ സെയിൽസും അതുപോലത്തെ എന്താ പറയുക H&M, സെൻസി അങ്ങനെയുള്ള കുറേ മോൾസ് അല്ല, കൈൻഡ് ഓഫ് എന്താ പറയുക ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമുക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞ ടാസ്ക്കാണ്. ഇവിടെ ലാംഗ്വേജ് അറിയണം. ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ എല്ലാവർക്കും ഈ H&M അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജോലീസും ജോബ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ആൻഡ് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്ലോബസിലും ടെസ്കോയിലും അങ്ങനെ ഇങ്ങനെ. ഞാൻ മാത്രമല്ല, ഇവിടെ വരുന്നവരെല്ലാവരും ഇനീഷ്യലി ട്രൈ ചെയ്യുന്ന ഇടങ്ങളാണിത്. പക്ഷേ കിട്ടാൻ യാതൊരു വഴിയില്ല. പിന്നെ ലാസ്റ്റ്ലി ഞാൻ ഒരു വെയർ ഹൗസിലാണ് പോയി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമലി ഇവിടെ പെർ അവർ കിട്ടുന്നത് 90 kc ടു 190 kc ഒക്കെ കിട്ടും. ഞാൻ വർക്ക് ചെയ്യുന്ന വെയർ ഹൗസിൽ 190 kc ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ 150, 160 ആ ഒരു റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇൻക്രിമെൻ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് ഷുവർ എപ്പോഴാണ് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആൻഡ് എന്താ പറയുക, ഷിഫ്റ്റ് ഞങ്ങൾക്ക് പല ഷിഫ്റ്റ്സും ഉണ്ട്. ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3, ഷിഫ്റ്റ് 4, ഷിഫ്റ്റ് 9. എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് ഞങ്ങൾ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സെറ്റാഫിലാണ്. ബേസിക്കലി ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്ട്സാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്. ബിക്കോസ് എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. ഭയങ്കര സെൻസിറ്റീവ് മീൻസ് ഭയങ്കര. ഞാനിപ്പം ഇവിടുത്തെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, പേര് ബേലിയ. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ദിസ്. കാരണം ഞാനിത് ഇട്ടതിൻ്റെ പിറ്റേന്ന് എനിക്ക് കുറേ ഇങ്ങനെ എന്താ പറയുക സ്കിന്നിൽ എന്തൊക്കെയോ പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ഇതായിരുന്നിരിക്കാം. പക്ഷേ ഐ ഡോണ്ട് നോ ഇവിടെ സെറ്റാഫിൽ കിട്ടുമെന്ന്. സോ ഗൈസ്, നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇതുപോലെ സെൻസിറ്റീവാണ്, നിങ്ങൾ ക്രീംസും പ്രോഡക്ട്സൊക്കെ ഭയങ്കര കെയർഫുള്ളി യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇതുപോലത്തെ പ്രോഡക്ട്സൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇവിടെ കിട്ടുമെന്ന് എനിക്ക് ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഐ വിൽ ഫൈൻഡ് ഔട്ട് എ വേ ടു ബ്രിങ് ദിസ് ബാക്ക്, ഓർ എൽസ് മൈ സ്കിൻ ഇസ് ഗോൺ റിയാക്ട്. ലൈക്ക് എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ പോക്ക് ചെയ്താൽ പോലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഷിഫ്റ്റ് 9 ആണ്. ഷിഫ്റ്റ് 9 എന്ന് പറയുന്നത് 1:30. ഇന്ന് എനിക്ക് S9 ആണ്. 1:30 ടു 9:30 വരെയാണ്. 9:30ക്ക് നമ്മുടെ വെയർ ഹൗസ് ക്ലോസ് ചെയ്യും. പക്ഷേ സ്റ്റിൽ എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക ഫ്രം 3 AM ടു 9 AM വരെ ഉണ്ട്. പിന്നെയുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് 8:15 ടു 3 PM. പിന്നെയുള്ള ഷിഫ്റ്റ് 11:30 ടു 7 PM. ആൻഡ് ലാസ്റ്റുള്ള ഷിഫ്റ്റ് എന്ന് പറയുന്നത് 1:30 ടു തോന്നിയ പോലെയാണ് ഷിഫ്റ്റൊക്കെ ഇടുന്നത്. എപ്പോഴാണോ ഷിഫ്റ്റിനെ വിളിക്കുന്നത് അപ്പം നമ്മൾ അവിടെ എത്തണം. ബൈ ദ വേ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ സിറമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പാരീസിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ സിറമിൻ്റെ അവസ്ഥയാണിത്. ഞാൻ കുറേ ഇങ്ങനെ നോക്കിയായിരുന്നു, പക്ഷേ പറ്റുന്നില്ല. പിന്നെ ഇവിടുത്തെ ജീവിതം കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നിരിക്കാം. ഐ ഡോണ്ട് നോ ബാക്കി കൺട്രീസിലെ അവസ്ഥ എങ്ങനെയാണെന്ന്. പക്ഷേ എനിക്ക് നോർമലി ഹോം സിക്നെസ് ഒന്നും ഇല്ലാത്തതാണ്. അപ്പം മെൻ്റൽ സ്ട്രഗിളും കാര്യങ്ങളും നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐ യു ഡൂയിങ് വെൽ ദെയർ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പക്ഷേ വി ഹാവ് ടു കോപ്പ് അപ്പ്. ലൈക്ക് നമ്മൾ പല പ്ലാൻസ് ആയിട്ടാണ് വന്നത്. ഈവൻ ദോ എൻ്റെ പ്ലാൻ വേറെ ആയിരുന്നെങ്കിലും ഇറ്റ് ഡിഡ് നോട്ട് ടേൺ ഔട്ട് വെൽ. ബട്ട് നൗ ഐ ഹാവ് ടു ഫോക്കസ് മോർ ഓൺ മൈ കരിയർ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ
ഡേർമയുടെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആരെങ്കിലും വരുമ്പം അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നടപടിയാവില്ല ഞാൻ ഇതിൽ ഒരുങ്ങുന്നത്. എനിക്കിപ്പം ഓൾറെഡി 11:30 ആയി. എനിക്കിവിടെ 12 ഇറങ്ങണം. അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി വ്ളോഗ്സൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്ത് കുറച്ച് വരണമെന്നുണ്ട് എൻ്റെ യൂട്യൂബൊക്കെ. ആക്ച്വലി ഞാൻ ടോട്ടലി ഇൻസ്പയർ ആയത് ഐ ബിൻ സീയിങ് ഹർ വീഡിയോസ്. തനി മലയാളി ഐഷു ചേച്ചിയുടെ ഞാൻ വീഡിയോസ് കുറേ നാളുകൾക്ക് മുന്നേ കാണുകയാണ്. ആ ചേച്ചി ചെയ്യും പോലത്തെ ഒരു ക്രിയേറ്റിവിറ്റിയിലൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ മൈ ഫോൺ റേറ്റ് നൗ എൻ്റെ ക്യാമറ ഒന്നും ശരിയല്ല. സോ ഫോണൊക്കെ വാങ്ങിയിട്ട് ഞാൻ അടിപൊളിയായിട്ട് വരും. പക്ഷെ എന്നാലും ഒരു 100-150 വ്യൂസൊക്കെയാണ് എനിക്ക് വരുന്നത് ബേസിക്കലി. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ വോണ ബി ഇൻഫ്ലുവൻസർ ഓർ വോണ ബി യൂട്യൂബർ എന്നും പറയാം. എനിക്ക് കുറച്ച് സോളോ ട്രാവലിംഗ് ചെയ്യണമെന്നുണ്ട്. ലൈക്ക് എനിക്ക് ബുഡാപെസ്റ്റിൽ പോകണം, ഫിൻലൻഡിൽ പോകണം, സ്പെയിനിൽ പോകണം. സ്പെയിന് വലൻസിയയിൽ പോകണം എനിക്ക്. പിന്നെ ഗ്രീസിൽ പോകണം എനിക്ക്. ക്രൊയേഷ്യ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സെറ്റിലൊക്കെ പോകണം. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ. ഇതൊക്കെയാണ് പ്ലാൻസ് ആക്ച്വലി. സോ എന്താവും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഐ വോണ്ട് ടു ട്രാവൽ സോളോ എനിക്ക് പോകണമെന്നുണ്ട്. അതുപോലെ തന്നെ വ്ളോഗ്സൊക്കെ എടുക്കണമെന്നുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ലൈഫ് എങ്ങനെ ടേൺ ഔട്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഐ തിങ്ക് ഐ വിൽ മിസ് മൈ ബസ്. ഇറ്റ്സ് ഓൾറെഡി 11:37. സോ ഇടയ്ക്ക് ഞാൻ ഈ സ്പെക്സൊക്കെ മറക്കാറുണ്ട്. സ്പെക്സൊക്കെ മറക്കുമ്പോൾ ഞാൻ വർക്ക് പ്ലേസിൽ മറ്റേ ഇങ്ങനെയാണ് നടക്കലൊക്കെ. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചൊരു പാഠം, ഒരിക്കലും സ്പെക്സ് മറക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നോർമലി ഹുഡി എൻ്റെ നൈറ്റ് ഷിഫ്റ്റിനാണ് ഇടാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഭയങ്കര തണുപ്പ്. ലൈക്ക് പുറത്തൊക്കെ ഇങ്ങനെ മോയ്സ്റ്റ് ആയിരിക്കുക. മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ മോയ്സ്റ്റ് ആയിരിക്കുക. സോ ഐ തോട്ട് ഇന്ന് ഹുഡി ഇടാം. ചിലപ്പോൾ ഞാൻ കോൾഡ് സെഗ്മെൻറ്റിലായിരിക്കും. ഞങ്ങൾക്ക് വെയർ ഹൗസിൽ നോർമലി ഉള്ളതാണ് ഇവിടെ കോൾഡ് സെഗ്മെൻറ്റ്, ഡ്രൈ സെഗ്മെൻറ്റ്. അപ്പോൾ ഞാൻ വർക്കിന് പോവാം. ഐ ഡോണ്ട് തിങ്ക് സോ ഐ ക്യാൻ ടേക്ക് എ വീഡിയോ ദർ. സോ എപ്പോഴാണോ പറ്റുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. ആൻഡ് ഐ ഹോപ്പ് ഞാൻ ഇനിയും കോണ്ടൻറ്റ്, ഇതിലൊരു കണ്ടൻറ്റ് ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് എ മോർണിംഗ് ഇൻ മൈ ലൈഫ്. സോ ഇനിയും കോണ്ടൻറ്റ് ഉള്ള വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് യു സബ്സ്ക്രൈബ് ആൻഡ് കീപ് വാച്ചിങ് വീഡിയോസ്. ഇനി ട്രാവൽ ചെയ്യുന്ന വീഡിയോസും അങ്ങനെ ഇങ്ങനെയുള്ളൊക്കെ കുറേ വീഡിയോസ് എനിക്ക് എടുക്കണമെന്നുണ്ട്. സോളോ ട്രാവലിംഗ് ആണ് നമ്മുടെ മെയിൻ ഇനി. സോ ദാറ്റ്സ് ജസ്റ്റ് ഇറ്റ്. ബൈ, ടേക്ക് കെയർ.